പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആളൊഴിഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്ന ഈ ഊഞ്ഞാലിൻ്റെ കൈവരികൾക്ക് പറയാനുള്ള ഒട്ടനവധി കഥകളുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഈ കൈവരികളിൽ പിടിച്ച് നമ്മൾ എത്ര ഊഞ്ഞാലാടിയിട്ടുണ്ട്. തൊട്ടാലൊങ്ങുന്ന തൊട്ടവാടിയെപ്പോലെ തൻ്റെ പ്രിയപ്പെട്ടവനോടൊത്ത് ഇനിയും പാർക്കിലും ബീച്ചിലും പോകുന്ന ദിനങ്ങൾ എത്ര ദൂരെയാണെന്ന് ഒരാൾക്കും അറിയില്ല. അത്രയും മഹാമാരി നമ്മെ ഓരോ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ ചെയ്തികൾ തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ കല്ലിലടിച്ച് കൊന്ന അമ്മയും ദേവാനന്ദക്കുട്ടിയും ഉത്രയും ജോളിയുമൊക്കെ ഈ കഥയിൽപ്പെട്ട നായികമാരാണ്. മനുഷ്യർക്കിട്ട് മാത്രം തന്നെയാണ് ദൈവം പണി തന്നത്. കണ്ടില്ലേ, ചക്കിപ്പൂച്ചക്കൊന്നും പരാതിയില്ല. അവൾ പ്രസവവും കഴിഞ്ഞ് തടിച്ച് കൊഴുത്ത് സുന്ദരിയായി മാറി. കെട്ടിയോനും കുട്ടികളും ഒക്കെ കൂടെ തന്നെ. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയേറെ വലുതായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാത്തിനും ഒരു അവസാനമായി നമുക്ക് ശാന്തിയും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായാൽ മാത്രം മതിയായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ എൻ്റെ ചെടികൾക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ കയ്യിലുള്ള ഈ പഴത്തൊലി ഞാൻ എങ്ങനെയാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിലർ എന്നോട് ചോദിച്ചിരുന്നു, പച്ചക്കറി വേസ്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുത്ത് ചെടി നശിച്ചു പോയി എന്ന്. നിങ്ങൾ എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു പഴത്തൊലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ വെജിറ്റബിൾ വേസ്റ്റും ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. എൻ്റെ ചെടികൾ ഇതുവരെ നശിച്ചിട്ടില്ല, വളർച്ച കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് കാണിക്കുന്നതും. നമ്മൾ ഇതുപോലെ പഴത്തിൻ്റെ തൊലി ഒരു കത്രിക ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. എത്ര കുഞ്ഞിയായാണ് നമ്മൾ ഈ പഴത്തൊലിയും വെജിറ്റബിളും ഇതുപോലെ കട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ഇവ പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ചു ചേരുക. ഇതുപോലെ നമ്മൾ അരിയുന്ന സമയത്ത് ആ ഒരു ഞെട്ട് ഭാഗം നമുക്ക് അങ്ങ് കളയാം. വളരെ ചെറുതായി ഒന്നുമല്ല ഞാൻ കട്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. ഈ ഒരു ഞെട്ട് അതുപോലെ തന്നെ കിടന്ന് ഉണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഞെട്ട് ഒഴിവാക്കുന്നത്. അങ്ങനെ നമ്മൾ പഴത്തിൻ്റെ തൊലി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഈ ഒരു രീതിയിലല്ലാതെ നമ്മൾ പഴം വെള്ളത്തിലിട്ട് വെച്ച് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കണ്ടു നോക്കുക. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് നമ്മുടെ ചെടിയുടെ ഒക്കെ കടക്കൽ ഇട്ട് കൊടുക്കാം. ചെടിയുടെ ചുറ്റുഭാഗത്തും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുത്തി നിറച്ചൊന്നും ഇട്ട് കൊടുക്കാതെ വളരെ ലൂസായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ചെടിക്ക് പിന്നീട് ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വെജിറ്റബിൾ വേസ്റ്റ് ആയാലും അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് പിറ്റത്തെ ആഴ്ച നമ്മൾ അതിനിട്ട് കൊടുക്കണ്ട. കാരണം അത് മണ്ണിനോട് ചേർന്നതിന് ശേഷം നമുക്ക് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് നന്നായി മണ്ണിനോട് അഴുകി ചേർന്നതിന് ശേഷം നമുക്ക് ഒരു കമ്പ് വെച്ച് നമുക്ക് മണ്ണ് ഇളക്കി അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയുടെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അത്രയും ലീഫുകളൊക്കെ വലിയ ലീഫായി നല്ല ഹെൽത്തിയായി പ്ലാന്റുകൾ മാറും. ഉള്ളിയുടെ തൊലിയും പപ്പായയുടെ തൊലിയും എല്ലാ സാധനങ്ങളും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കോഡിലൈൻ ഫ്രൂട്ടിക്കോസ എന്ന് പറഞ്ഞ ചെടിയാണിത്. പിന്നീട് ഞാൻ ചെയ്യാറുള്ള ഒരു ടിപ്സ് ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഓരോ ദിവസത്തെ വേസ്റ്റുകളും നമ്മൾ ഒരു 3-4 ചെടിക്ക് ഇട്ട് കൊടുത്താൽ പിറ്റേന്ന് നമുക്ക് മറ്റുള്ള 4 ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ പൂർത്തിയായി വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ വളം മാത്രം മതി നമ്മുടെ ചെടികൾ നന്നായി വളർന്നു വരാൻ. കണ്ടില്ലേ, ഓരോ ചെടിയുടെയും ഇലകളുടെ വലിപ്പം കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് മനസ്സിലാവും.
രാസവളം ഞാൻ എൻ്റെ ചെടികളിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. രാസവളം യൂസ് ചെയ്തവർ പറയുന്നത് കേട്ടത് പെട്ടെന്ന് വളർച്ച തരും, പെട്ടെന്ന് ആ ഒരു ചെടി നശിച്ചു പോകുകയും ചെയ്യുമെന്നാണ് കേട്ടത്. എനിക്കറിഞ്ഞൂടാ അതിൻ്റെ ഒരു ഭവിഷ്യത്തുകളും ഗുണങ്ങളും ഒന്നും എനിക്കറിഞ്ഞൂടാ. ഇനി രാസവളത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കൂടി അതിൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പ്രത്യേകമായി നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഏഞ്ചൽ വിങ് ബിഗോണിയാസിന് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ള ബിഗോണിയക്കൊന്നും, റെക്സ് ബിഗോണിയ അങ്ങനെയുള്ള പടർന്ന് കിടക്കുന്ന ബിഗോണിയക്കൊന്നും ഈ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കരുത്. കാരണം അത് കൂടുതൽ ചീഞ്ഞ് നമ്മുടെ ചെടിയുടെ തണ്ടുകൾ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏഞ്ചൽ വിങ്സ് ബിഗോണിയക്ക് ഇതിട്ട് കൊടുത്താൽ ഒരു പ്രോബ്ലവും വരാൻ പോകുന്നില്ല. അതിൻ്റെ തണ്ടുകൾ കുറച്ച് സ്ട്രോങ് ഉള്ള ചെടിയാണ്. അതുകൊണ്ട് ഈ ഒരു വളം നന്നായി അതിന് ഉപകാരപ്പെടും. മുമ്പ് വാങ്ങിച്ച എൻ്റെ ചെടികളുടെ ഗ്രോത്താണിത്. ഇത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു എന്ന് മാത്രം. ഓരോ ചെടികളും വളർന്ന് നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ചെമ്പരത്തിയാണിത്. എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തിയായി വളർന്ന് നിൽക്കാൻ ഏറ്റവും നല്ലൊരു ടിപ്സ് തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾ വേസ്റ്റ്. അതുപോലെ തന്നെ കനകാംബരം ചെടിയാണിത്. ഇത് പുതുതായി നട്ടതാണ്, വളർന്നു വരുന്നേയുള്ളൂ. ഓറഞ്ച് കളറാണ്. പിന്നീടുള്ള ചെടി ഞാൻ മുമ്പ് കാണിച്ചതാണ്, ജറബറ ചെടിയാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ജറബറ ചെടിയുടെ ഒരുപാട് കളക്ഷൻ ഇപ്പം എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഏതൊക്കെ കളറ് പൂക്കളാണ് എന്നൊന്നും അറിയില്ല. ഒക്കെ പിടിച്ച് പൂക്കളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാം. എൻ്റെ കയ്യിൽ ചട്ടി കുറവായ കാരണം 2 തൈകളൊക്കെ ഒരു ചട്ടിയിലാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ കൊടുത്തു വിട്ട ഒരു ഗിഫ്റ്റാണ് ഈ ഒരു അഗ്ലോണിമ ചെടി. ഇത് നല്ല ഹെൽത്തിയായി വന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ്റെ ഒരു നല്ല കളർ ചെടിയാണ്. ചെറിയൊരു കമ്പായിരുന്നു, അത് ഇതുപോലെ നന്നായി വളർന്ന് നല്ല ഹെൽത്തിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ചെടി ചെറിയ ഇലകളായിരുന്നു ആദ്യം, ഇപ്പോൾ നല്ല ഹെൽത്തിയായി വലിയ ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബിഗോണിയാണിത്. ബിഗോണിയ ചെടിയുടെ വർഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണിത്. വളർന്ന് താഴേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. അത് മാത്രവുമല്ല, നമ്മുടെ ടെർട്ടിൽ വൈൻ പോലെയൊന്നുമല്ല ഈ ഒരു ചെടി. ഒരുപാട് കാലം ഇത് ഒരു കേടുമില്ലാതെ നനയും വളമൊക്കെ ചെയ്താൽ നന്നായി ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു ചെടി കൂടിയാണിത്. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. യൂട്യൂബ് എന്ന ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.